നമസ്തേ. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായമായ പുരുഷോത്തമ യോഗയിലെ 8-ാമത്തെ ശ്ലോകം. ശരീരം യത് വാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. പരമപുരുഷോത്തമനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, കാറ്റ് എങ്ങനെയാണോ ഗന്ധങ്ങളെ പരത്തുന്നത്, അതുപോലെ നമ്മുടെ ജീവിത സങ്കല്പങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവാത്മാവ് ഒരു തരത്തിലുള്ള ശരീരം വിട്ട് മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവാത്മാവിന് അടുത്ത ജന്മത്തിൽ മേന്മയോട് കൂടിയ ശരീരം സ്വീകരിക്കണോ അതോ താഴ്ന്ന തരത്തിലുള്ള ശരീരം സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ മരണസമയത്ത് നമ്മൾ സ്വയം വളർത്തിയെടുക്കുന്ന ബോധമനുസരിച്ചിരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്ന ജന്മത്തിൽ സ്വീകരിക്കാൻ പോകുന്ന ശരീരം ഏതെന്ന് തീരുമാനിക്കുന്നത്. ഒരു മൃഗത്തിൻ്റെ ചിന്താഗതിയോട് കൂടിയാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉടലായിരിക്കും അവൻ തൻ്റെ അടുത്ത ജന്മത്തിൽ സ്വീകരിക്കുന്നത്. എന്നാൽ ദൈവിക കാര്യത്തിൽ മനസ്സുറച്ച ഒരു വ്യക്തിക്ക് ദേവരൂപം കൈവരും. ഭഗവത് ബോധത്തിലിരിക്കുന്നവന് കൃഷ്ണലോകം പ്രാപിച്ച് ഭഗവാന്റെ സഹചാരിയാവാം. മരിക്കുന്നതോടെ എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു പൊള്ളയായ അവകാശവാദമാണ്. നമ്മുടെ ആത്മാവ് ഒരു ശരീരം വെടിഞ്ഞ് മറ്റൊന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതനുസരിച്ചിരിക്കും നമ്മുടെ അടുത്ത ജന്മത്തിലെ ശരീരത്തിൻ്റെ ആകൃതി നിർണ്ണയിക്കുന്നത്. സമയമാവുമ്പോൾ എല്ലാവരും തൻ്റെ ശരീരം വിട്ടു പോവുകയും മതിയാവും. ഓരോ പിറവിയിലും നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ ഉദ്ദേശിച്ചാണ് കർഷതി അഥവാ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രയത്നം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹരി ഓം.